ഹായ്, നമസ്കാരം. വളരെ സിമ്പിളായിട്ട് പറയാം. ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഏത് റിലീജിയനിലുള്ള ആളുകളോ ആയിക്കോട്ടെ, എല്ലാ ആളുകൾക്കും അവരവരുടേതായിട്ടുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും വിശ്വാസങ്ങളും ഉണ്ടാവും. അപ്പോ ഏത് റിലീജിയനിലുള്ള ആളുകളാണെങ്കിലും റിലീജിയൻ പോട്ടെ, മനുഷ്യന്മാര് മനുഷ്യന്മാര് മറ്റു മനുഷ്യന്മാരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റെസ്പെക്ട് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മറ്റു മനുഷ്യന്മാരുടെ വിശ്വാസങ്ങളെ മനസ്സിലാക്കുക, റെസ്പെക്ട് ചെയ്യുക എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ വിശ്വാസങ്ങളെ ഹേർട്ട് ചെയ്യാതെ, അറിഞ്ഞോ അറിയാതെയോ ഹേർട്ട് ചെയ്യാതെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് പോലെ തന്നെ എല്ലാ ആളുകൾക്കും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ തന്നെ മറ്റേ ശ്രീകൃഷ്ണൻ കുഴിമന്തിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന പോസ്റ്റർ വലിയ ചർച്ചയാവുന്നുണ്ട്, വലിയ വിഷയമാവുന്നുണ്ട്. സീരിയസ്ലി പറയാലോ, എനിക്കത് കണ്ടപ്പോ ദേഷ്യം എന്നുള്ളതിനെക്കാട്ടിലും ഉപരി എനിക്ക് ഇതെന്താ ഇങ്ങനെ, ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? ഇതിനെന്താണ് ഇത്ര ഇങ്ങനെ ചെയ്യണം? എന്താണ് ഇത്ര നിർബന്ധം? അല്ലെങ്കിൽ ഇതെന്താണ് ഇത്ര അത്യാവശ്യം? ഇതൊക്കെ അവോയ്ഡ് ചെയ്യാവുന്ന കാര്യമായിരുന്നില്ലേ എന്നാണ് എന്റെ മൈൻഡിലേക്ക് ആക്ച്വലി വന്നത്. ഇത് ഞാൻ പറയുമ്പോ ഇനിയിപ്പോ എനിക്ക് വല്ല ചാപ്പ അടിച്ച് കിട്ടുമോ, അല്ലെങ്കിൽ സംഗീത് ചാപ്പയും അല്ലെങ്കിൽ അങ്ങനെ വല്ല ചാപ്പ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് സീരിയസ്ലി എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അതൊക്കെ അവോയ്ഡ് ചെയ്യാവുന്ന സംഗതിയായിരുന്നു. വല്ല കാര്യമുണ്ടോ? ഈ ഈ ഈ ഈ സമൂഹത്തില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല വിശ്വാസത്തിൽപ്പെട്ട ആളുകളുണ്ട്, അല്ലേ? അതിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഹിന്ദു വിശ്വാസികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന, ശിവനെ ഇഷ്ടപ്പെടുന്ന, ഗണപതിയെ ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ വളരെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും വിശ്വാസങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ജീവിക്കുമ്പോൾ അവരുടെ മുമ്പിലേക്ക് ഈ ശ്രീകൃഷ്ണൻ മുടിമന്ത്ര മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഗതി വിടുമ്പോ ഇത് കാണുമ്പോൾ അവർക്ക് ഒബ്വിയസ്ലി ഹേർട്ടാവും. അപ്പോ ഇത് എന്താണ്, അവോയ്ഡ് ചെയ്യാവുന്ന കാര്യമായിരുന്നു. ഇത് ഹേർട്ടാവുന്ന കാര്യമാണ്, ഒബ്വിയസ്ലി ഹേർട്ടാവുന്ന കാര്യമാണ്. ഇപ്പൊ ഇതിന്റെ പേരിൽ ഇത് ചെയ്ത ആളെ തല്ലിക്കൊല്ലണമെന്നോ ഉപദ്രവിക്കണമെന്നോ കട അടച്ചു പൂട്ടിക്കണമെന്നോ അല്ലെങ്കിൽ അയാൾ വഴിയാകാരാവണമെന്നോ എന്താണ് പണ്ടാകണമെന്നോ ഒന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇയാൾ നല്ല ഒരു മനുഷ്യനും എന്താണ് ഗതി കിട്ടാതെ അലയണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. എല്ലാവരും നന്നാവണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ ഈ ഒരു വിഷയം സംസാരിക്കുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും ഈ ഒരു പർട്ടിക്കുലർ വിഷയം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല. ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി സംഭവിക്കരുത്. ഏത് റിലീജിയന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആരെയും ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പരിപാടികൾ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് എൻകറേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഒരിക്കലും എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. ഇതൊക്കെ എന്താ പറയാ, ചെറിയ രീതിയിൽ തുടങ്ങും, മനസ്സിലായ ഒരറ്റത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങും. ചെറിയ രീതിയിലായിരിക്കും തുടക്കം, പക്ഷെ ഇത് പോകെ പോകെ വലിയ രീതിയിൽ കത്തി വലിയ പ്രശ്നത്തിലേക്കൊക്കെ ആക്ച്വലി എത്തും, പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തും. സോ ആ ലെവലിലേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും എൻകറേജ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഞാൻ എന്റെ ചാനലിന്റെ അകത്ത് ഈ ജാതി മതവും തേങ്ങയൊന്നും തൊടാറില്ല, കാരണം തൊട്ടാ പൊള്ളുന്ന വിഷയങ്ങളാണ്, പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് സംസാരിക്കാൻ കാരണം ഇത് എൻകറേജ് ചെയ്യാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് പറയുന്നതാണ്. സീരിയസ്ലി മാൻ, എനിക്കിത് കണ്ടപ്പോൾ വളരെ ഓക്വേർഡ് ആയിട്ടാണ് തോന്നിയത്. എനിക്കെന്നല്ല, ഏതൊരാൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് കൊണ്ട് ഇത് കാണിച്ചു കൊടുത്താൽ പോലും ശ്രീകൃഷ്ണൻ കുഴിമന്തി ഇത് വേണമായിരുന്നോ, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്ന കാര്യമായിരുന്നില്ലേ എന്നുള്ള രീതിയിൽ ചിന്തിക്കും, ചോദിക്കും. ദാറ്റ്സ് ഇറ്റ്, അല്ലേ? എന്താ പറയാ, കുറെ ആൾക്കാർ ചിലപ്പോ പറയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ട്, ഇതിലെന്താ ഇപ്പൊ ഇത്ര പ്രശ്നം, മുമ്പ് ഇരിക്കുന്നു, ഇതൊക്കെ ആ രീതിയിൽ കണ്ടാൽ പോരെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ആയിക്കോട്ടെ, ആ ചിന്തിക്കുന്ന ആൾക്കാരെ അത് അവരുടേതായിട്ടുള്ള നിലപാടും പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ കാണുന്ന നിങ്ങളെ പോലെയുള്ള ആളുകൾ മാത്രമല്ല ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. ഈ സമൂഹത്തില് ഒരുപാട് വിശ്വാസങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇത് ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോ അതിൽ ഈ പറയുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇപ്പോ ഇവിടെ ശ്രീകൃഷ്ണൻ ഹിന്ദു വിശ്വാസം മാത്രമല്ല, ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന മറ്റു മതത്തിൽപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. എനിക്കറിയുന്ന ആൾക്കാരുണ്ടല്ലോ ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന, ശിവനെ ഇഷ്ടപ്പെടുന്ന മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. അപ്പം അത്തരത്തിൽ വിശ്വാസമുള്ള ആളുകളും കൂടി ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്താണ്, ഇത് അത്ര നോർമലൈസ് ചെയ്തിട്ട് കാണേണ്ട കാര്യമല്ല.
ഇത്രയേ ഉള്ളോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ ആയിരിക്കും. പക്ഷെ സമൂഹത്തിലേക്ക് ഇത് പോകുന്ന സമയത്ത് ഇത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നതാണ്, ഒരുപാട് വിശ്വാസികളിലേക്ക് എത്തുന്നതാണ്, അവർക്ക് ആവാൻ സാധ്യതയുള്ളതാണ്. അപ്പോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ദൈവവിശ്വാസം എന്ന് പറയുന്ന സംഗതി, ഇപ്പൊ ഏത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ, ഈ സമൂഹത്തിൽ ഏത്തിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഏത്തിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ മേ ബി പറയും ഈ വിശ്വാസികൾക്ക് എന്തിന്റെ കേടാണ് ഇതൊക്കെ വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ഇതിനെ അങ്ങനെയൊക്കെ കണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ രീതിയിൽ പറയുമായിരിക്കും. സി, അതാ ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള ഏത്തിസ്റ്റ് ആയവർക്ക് ഏത്തിസ്റ്റ് ആവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺ ഉണ്ടാവും. അതേപോലെ തന്നെ വിശ്വാസികൾക്ക് വിശ്വാസിയായിരിക്കാൻ അവരുടേതായിട്ടുള്ള റീസൺ ഉണ്ടാവും. അവരെ കൊണ്ട് വേറെ ആൾക്കാർക്ക് വലിയ ഉപദ്രവമോ പ്രശ്നങ്ങളോ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക നല്ലത്. അല്ലാതെ അവർക്ക് ഹേർട്ട് ആവുന്ന സമയത്ത് നിങ്ങൾ ഹേർട്ട് ആവേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന്റെ കാര്യമില്ല. അല്ലെങ്കിൽ അതിനെ വിശ്വാസികളുടെ അടുത്ത് നിങ്ങൾക്ക് ഇതിനെ ആ രീതിയിൽ അങ്ങ് കണ്ടാൽ പോലെ എന്നുള്ള രീതിയിൽ ചോദിച്ചു വിടേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനൊരു സാധനം പബ്ലിക്കിലേക്ക് വരുന്നു, ഇത് വിടുന്ന ആൾക്ക് അറിയാം ഈ സൊസൈറ്റിയിൽ പല വിശ്വാസത്തിലുള്ള ആളുകൾ ഉള്ളതാണ്. അപ്പൊ ഇത് വിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും, അല്ലെങ്കിൽ ഹേർട്ട് ആവാനോ വിശ്വാസങ്ങൾക്ക് ഹേർട്ട് ആവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിയാമായിരിക്കുമല്ലോ. അത് ചിന്തിക്കേണ്ടതല്ലേ? അത് ഞാൻ അതാ വീണ്ടും പറയുന്നു, അറിഞ്ഞോ അറിയാതെയാണെങ്കിലും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഐ റിപ്പീറ്റ് ദ വേർഡ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള സംഗതികൾ വെളിയിൽ വിടുമ്പോൾ ഒന്ന് തിങ്ക് ചെയ്യണം, ഒന്ന് അനലൈസ് ചെയ്യണം. നമ്മൾ പബ്ലിഷ് ചെയ്യാണല്ലോ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട്. അപ്പൊ ഇത് എവിടെയൊക്കെ ടച്ച് ആവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും കൂടി നോക്കണം. ഇതിപ്പോ എന്തായാലും ചർച്ചയായി, വൈറലായി സംഗതി. പക്ഷെ അത് നല്ല രീതിയിലല്ല ആയത്, നെഗറ്റീവായി. ആൾക്കാർ ചീത്ത വിളിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. നമ്മൾ ചീത്ത വിളിക്കാനൊന്നും നിൽക്കണില്ല, ഇതിന്റെ ദൂഷ്യവശത്തെ കുറിച്ചിട്ടാണ് ആക്ച്വലി പറയുന്നത്. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് ഒരു വിഭാഗത്തെ ഹേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ എല്ലാവരും ഇങ്ങനെ തുടങ്ങിയപ്പോ എന്താ ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ മറ്റേ കുഴിമന്തിയുടെ മുമ്പിൽ ശ്രീകൃഷ്ണനെ ഇരുത്തിക്കൊണ്ടുള്ള പരിപാടി വന്ന്, ഇനിയിപ്പോ ഇതിന് മറുപടി ആയിട്ട് ഇനി അടുത്തത് മറ്റു മത വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു പോസ്റ്റർ അടിച്ചങ്ങ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് ഈ പറഞ്ഞ പോലെ എല്ലാവരും നോർമലായിട്ട് കുഴപ്പമില്ല, അത് അങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇനി ഇതിന് മറുപടിയായിട്ട് ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഇതിന് മറുപടിയായിട്ട് മറ്റ് വിശ്വാസങ്ങളെ ഹേർട്ട് ചെയ്തുകൊണ്ട് വരുന്ന പരിപാടികളോ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന അപ്പൊ അങ്ങനെ വല്ലവരും ചെയ്തുകൊണ്ട് വന്നാൽ അതിനെ ഞാൻ വിമർശിച്ച് സംസാരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു വിശ്വാസമായിക്കോട്ടെ, ക്രിസ്ത്യൻ വിശ്വാസമായിക്കോട്ടെ, മുസ്ലിം വിശ്വാസമായിക്കോട്ടെ, എല്ലാവരുടെ വിശ്വാസങ്ങളാണ്. അത് ഉപദ്രവമുണ്ടാക്കുന്ന രീതിയിലുള്ള സംഗതികൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചോദ്യം ചെയ്യാം. അതല്ലാതെ മര്യാദയ്ക്ക് ഒരു വിശ്വാസമായിട്ട് പോകുന്ന ആളുകളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചാനലിൻ്റെ അകത്ത് അധികം ഈ ജാതി മതമൊന്നും കൊണ്ടുവരാറില്ല, താല്പര്യമില്ല, പൊളിറ്റിക്സും കൊണ്ടുവരാറില്ല. നമ്മൾ സിനിമയും പിന്നെ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ സിനിമ മാത്രമേ കുറച്ചായിട്ട് ചെയ്യുന്നുള്ളൂ. അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊന്നുമല്ല മറ്റു സാധനങ്ങൾ സംസാരിക്കാൻ. പക്ഷെ വേണ്ട, കാരണം നമ്മള് ടോക്സിസിറ്റി ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ വിദ്വേഷം ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നമ്മളൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സും അല്ലെങ്കിൽ മൊത്തത്തിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചളിവാരി ഏറുകളും വിദ്വേഷ പ്രചരണങ്ങളും ഉണ്ടാകും. അപ്പൊ നമ്മൾ കാരണം ഒരു ഒന്ന് രണ്ട് കമന്റ് വന്ന് ഒരു ഒരു ഭയങ്കരമായ അട്ടിയും പെട്ടിയും വഴക്കും ഉണ്ടാകുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കൂടുതലും ഈ ജാതി മതം അല്ലെങ്കിൽ ഈ പറഞ്ഞ അതൊന്നും പൊളിറ്റിക്സ് ഒന്നും തൊടാത്തത്. അല്ലാണ്ട് അറിയാത്തതുകൊണ്ടോ പറയാൻ ചിന്താശക്തിയോ ബോധമോ ഇല്ലാത്തതുകൊണ്ടോ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ദൂഷ്യവശം മനസ്സിലായോ? ഇപ്പൊ ഇങ്ങനെ ഒരു സാധനത്തെ എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കൃഷ്ണൻ മറ്റേ കുഴിമന്ത്ര മുമ്പിൽ ഇരിക്കുന്ന സംഗതിനെ ഇപ്പൊ കുഴപ്പമില്ല, അത്രയല്ലേ ഉള്ളൂ, ഇതൊന്നും വലിയ വിഷയാക്കേണ്ട കാര്യമൊന്നുമില്ല, ആർക്കും ബുദ്ധിമുട്ടാവേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയടിച്ച് പാസ്സാക്കി വിട്ടാൽ നാളെ എല്ലാവരും ഇത് തുടങ്ങിയല്ലോ ഇതിന് മറുപടി എന്ന് പറഞ്ഞിട്ട് മറ്റു വിശ്വാസങ്ങളെയും കൂടി തോണ്ടി അങ്ങോട്ട് വിട്ടിട്ട്
നല്ല ലെവലായിട്ടുള്ള പ്രൊമോഷനും അത് ഹോട്ടലിന്റെയും അതിന്റെ ഇതിന്റെ ഒക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാവരും ഇതേ രീതിയിൽ എടുക്കുവോ? എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് എല്ലാവരും അതും നോർമലാണെന്നുള്ള രീതിയിൽ അങ്ങ് കണ്ടു കളയോ? ഇത് എല്ലാവരെയും ബാധിക്കുന്നതാ. മനസ്സിലായില്ലേ? എല്ലാവരെയും ബാധിക്കുന്ന സംഗതിയാ. എല്ലാവരെയും എല്ലാവരെയും അതിന് ഇന്ന റിലീജിയൻ ഒന്നുമില്ല, എല്ലാവരെയും ബാധിക്കും. ഇതൊക്കെ എൻകറേജ് ചെയ്ത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അതൊരു റിയാലിറ്റിയാണ്. വലിയ റിയാലിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ടൊക്കെ ആയിരിക്കും ഇത് തുടങ്ങുക. പക്ഷെ ഇതങ്ങോട്ട് എൻകറേജ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും തമ്മിൽ ചടിവാരി പല തരത്തിൽ അങ്ങോട്ട് എറിയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കമ്മ്യൂണൽ ആയിട്ടുള്ള വിഷയമായിട്ട് അങ്ങോട്ട് മാറും. അപ്പോ നമ്മുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതില് റിലീജിയൻ ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ സംഗതിയോട് വിയോജിപ്പുള്ള, അതായത് ശ്രീകൃഷ്ണനെ മറ്റേ കൊടിമന്ത്രം മുമ്പിൽ ഇരുത്തിക്കൊണ്ടുള്ള പോസ്റ്ററിനോട് വിയോജിപ്പുള്ള മറ്റ് റിലീജിയനിൽ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട്. അതായത് വിയോജിപ്പുള്ള മറ്റ് റിലീജിയനിൽ പെട്ട ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായ? അല്ലാതെ എന്താ പറയാ, ഇതിന്റെ അകത്ത് നമ്മൾ അതുകൂടി എടുത്ത് പറയണമല്ലോ. ഇപ്പൊ എന്റെ എന്താണ് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, അതുപോലെ ഞാനായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയ്യുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാവുന്ന കാര്യമായിരുന്നു, അത് ചെയ്യുന്നതിനോട് അവർക്കും യോജിപ്പില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആക്ച്വലി പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ഒന്നോ രണ്ടോ ആൾക്കാർ ചെയ്യുന്നതിന്റെ ഒരു ഇത് എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. എനിക്ക് അങ്ങനെ പോകുന്നതിനോട് യോജിപ്പില്ല. അതുകൊണ്ടാണ് ഇതൊന്നും എൻകറേജ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയണത്. ഈ ആക്ടിവിറ്റിയെ എൻകറേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ബാധിക്കുന്നുണ്ട്. സോ അവോയ്ഡ് ദീസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പൊ ഈ ആരും വിദ്വേഷം പരത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതിന്റെ പേരിൽ ഇപ്പോ ഇത് ചെയ്ത വ്യക്തിയെ ആണെങ്കിലും അയാൾ ജീവിക്കട്ടെ. അയാളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അയാളെ സൈബർ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ കൂട്ടിക്കാനോ പിടിക്കാനോ നിൽക്കണ്ട. വിദ്വേഷം പരത്തരുത്. നമ്മൾ ഇത് അഡ്രസ് ചെയ്യണം, വിഷയം സംസാരിക്കണം. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അഭിപ്രായം പറയാം, നമ്മളൊരു വിഷയം അഡ്രസ് ചെയ്യണം, വിമർശിക്കണം, എല്ലാം വേണം. പക്ഷേ നമ്മളത് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത്. ഇപ്പൊ ഈ വിഷയത്തിലാണെങ്കിലും ഞാനിപ്പോ വിമർശനം തന്നെ രേഖപ്പെടുത്തിയത്. പക്ഷെ അയാളെ നശിപ്പിക്കണം എന്നുള്ള കാര്യത്തോട് യോജിപ്പില്ല. അയാൾക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ തെറ്റുപറ്റി, അറിഞ്ഞോ അറിയാതെയോ പറ്റാൻ പാടാത്തൊരു ഇതായിരുന്നു. കാരണം ഹേർട്ട് ആവുന്ന ഒരു വിഷയമാണ്. അത് ഹേർട്ടായി കുറെ ആൾക്കാർക്ക് ഒരു വിഷയം കാരണം അയാൾക്ക് തെറ്റുപറ്റി. അയാൾ ഇനി അത് ആവർത്തിക്കാതിരിക്കുക. ആരും തമ്മിൽ ഹിന്ദു മുസ്ലിം, ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു മുസ്ലിം തമ്മിൽ ഇത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. വിഷങ്ങൾ തുപ്പാതിരിക്കാൻ ശ്രമിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതാണ്. വിഷം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതൊക്കെ അറിഞ്ഞോ അറിയാതെ വിഷമായി മാറും എന്നുള്ളതാണ്. ഹേർട്ട് ആവുമല്ലോ ഇതൊക്കെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ. ആൾക്കാരുടെ വിശ്വാസത്തെ തൊടുന്ന കാര്യങ്ങളാണല്ലോ, കൊള്ളുന്ന കാര്യങ്ങളാണല്ലോ, വിഷമായി മാറും. സോഷ്യൽ മീഡിയയാണ് ആ ലെവലിലേക്ക് അങ്ങോട്ട് പോവും. എന്തിനാണ് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഒരു കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് അത് വലിയ ചർച്ചയായി. ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ കൂടെ ഇവിടെ ഇതിന്റെ ഒരു കുറവും കൂടി ആക്ച്വലി ഉണ്ടായിരുന്നുള്ളൂ.